എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ നമുക്ക് ധാരാളമായി കിട്ടുന്ന ഒന്നാണ് മാങ്ങ. ആ മാങ്ങ കൊണ്ട് നല്ല രീതിയിൽ നല്ല സ്വാദിഷ്ടമായ മാംഗോ ജെല്ലി ഡെസർട്ട്. അതിനായി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന വസ്തുക്കൾ: 2 പച്ചമാങ്ങ തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തത്, 1 ബൗൾ പഞ്ചസാര, കോൺഫ്ലവർ അത് 2 സ്പൂണാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ മാങ്ങ നമ്മളൊന്ന് മിക്സിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ച് എടുക്കണം. അതിന് അല്പം വെള്ളവും കൂടെ ചേർത്താണ് അടിക്കേണ്ടത്. അടിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അരിക്കുന്നത് കഷ്ണം നമ്മളതിൽ അടിക്കുന്ന സമയത്ത് ചെറിയ കഷ്ണങ്ങളുണ്ട്, അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. മാങ്ങ മിക്സിയിലടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി സ്റ്റൗ കത്തിച്ച് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഈ വെള്ളം ഒഴിച്ച് ഉടനെ തന്നെ വെള്ളം ചൂടാകണ്ട, അപ്പോഴും തന്നെ നമ്മൾ 2 സ്പൂണ് കോൺഫ്ലവർ അതിലേക്ക് ഇടുന്നു. അതൊന്ന് കട്ട കെട്ടാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാൻ പാടില്ല. അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി, കൂട്ടിപ്പിടിക്കാൻ പാടില്ല. നമ്മൾ അതിലേക്ക് 1 ബൗൾ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഒന്ന് അലിഞ്ഞ് അതിനോടൊപ്പം ചേർന്ന് വരണം. അതുപോലെ ഈ മാവൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങച്ചാറ് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കണം. കട്ട കെട്ടാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊന്ന് നല്ലതുപോലെ കുറുകി വരണം. ഇതിലേക്ക് ഫുഡ് കളർ, നമുക്ക് പച്ച വേണോ മഞ്ഞ വേണോ, നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ മഞ്ഞ കളറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൽ യോജിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇതൊരു ട്രേയിലേക്ക് ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. അത് നല്ലതുപോലെ ഒന്ന് ഒഴിച്ച് ഇതൊന്ന് തണുക്കാൻ വയ്ക്കുന്നത്. തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് കഷ്ണങ്ങളാക്കി ഇതിൻ്റെ പുറത്ത് തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉരച്ച് അതിന് ചെറിയ പൊടിയായിട്ട് എടുക്കണം. എടുക്കാനായിട്ട് വെച്ചിരുന്ന മാംഗോ ജെല്ലി ഡെസർട്ട് ശരിയായിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട്. ഇതാ നല്ല ജെല്ല് പോലെ ആയിട്ടുണ്ട്. ഇതിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങയും ടൂട്ടി ഫ്രൂട്ടി അതിൻ്റെ മുകളിലായിട്ട് വിതറുകയാണ്. ഇങ്ങനെയും ചെയ്തെടുക്കാം. നമുക്കല്ലാതെ തന്നെ ഇതിനെ കട്ട് ചെയ്തിട്ട് ഈ തേങ്ങയിലൊന്ന് മുക്കിയെടുത്ത് അങ്ങനെയും ചെയ്യാം. കഷ്ണങ്ങളാക്കി അങ്ങനെയും ചെയ്യാം. അതിൻ്റെ മേളിൽ വിതറി എടുക്കാം. വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു ഫുഡാണ്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.